ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചുമാണ്. ഇന്ന് യങ് പോപ്പുലേഷനിൽ പോലും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഇൻസുലിൻ റെസിസ്റ്റൻസും ഫാറ്റി ലിവറും. ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ ഫാറ്റി ലിവറുള്ള ആൾക്കാരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വീണ്ടും കൂടാൻ അത് കാരണമാവുകയും ചെയ്യും. ഇനി നമുക്ക് ഗ്ലൂക്കോസിൻ്റെയും ഫാറ്റിൻ്റെയും മെറ്റബോളിസത്തെക്കുറിച്ച് സംസാരിക്കാം. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് സ്പൈക്ക് ചെയ്യുന്നു. ഈ ഗ്ലൂക്കോസിനെ സെല്ല് യൂസ് ചെയ്ത് അതിനെ എനർജി ആക്കുന്നു. അതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അതേപോലെ ബാക്കി വരുന്ന ഗ്ലൂക്കോസിനെ ഫാറ്റായി സ്റ്റോർ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസുലിനാണ്. ഫാറ്റ് ബ്രേക്ക് ഡൗൺ കുറയ്ക്കുകയും ചെയ്യുന്നു ഇൻസുലിൻ. ഇങ്ങനെ മൊത്തത്തിൽ ഫാറ്റ് സ്റ്റോറേജിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസുലിനാണ്. നോർമൽ ഹെൽത്തി ആളുകളിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് അഡിപ്പോസ് ടിഷ്യൂവിലാണ്. എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളിൽ അഡിപ്പോസ് ടിഷ്യൂവിൽ സ്റ്റോർ ചെയ്യുന്നത് കുറയും. അതോടൊപ്പം എക്സസ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ലിവറിലും മസിൽസിലുമെല്ലാം പോയി ഡെപ്പോസിറ്റ് ആവും. അങ്ങനെയാണ് ഫാറ്റി ലിവറിൻ്റെ തുടക്കം. ഫാറ്റി ലിവർ പിന്നീട് നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസായി മാറുകയും അത് പിന്നീട് ഫൈബ്രോസിസായി മാറുകയും അത് പിന്നീട് സിറോസിസായി മാറുകയും ചെയ്യും. ഇതൊരു സ്ലോ പ്രോസസ്സാണ്, പക്ഷേ ഇത് സൈലൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് റിവേഴ്സ് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഏർലി പ്രിവെൻഷൻ ഇതിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും.